നിഷ്കളം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനും താല്പര്യമില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇപ്പം ഈ റെയിൽവേ പാളത്തിലേക്ക് പോയപ്പോഴും ഒരു കുറിപ്പ് പോലും എഴുതി വെക്കാതെ പോയത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണോ ഇത് സംഭവിച്ചെന്നുള്ളത് ഏതാണ്ട് വർഷങ്ങളായിട്ട് ഇവർ പീഡനം അനുഭവിച്ചെന്നുള്ള ഷൈനി എന്ന പെൺകുട്ടി പീഡനം അനുഭവിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ ചുങ്കം ജ്ഞാനായ പള്ളിയുടെ മുമ്പിലാണ്. ഇവിടെയായിരുന്നു ഷൈനിയും രണ്ട് കുഞ്ഞുങ്ങളെയും അവസാനമായിട്ട് നമ്മൾ കണ്ടത്. ഇവിടുത്തെ പള്ളിയുടെ സെമിത്തേരിയിലായിരുന്നു അവരെ അടക്കം ചെയ്തത്. കുടുംബ കല്ലറയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരെയും നമ്മുടെ ഈ കേരള സമൂഹത്തെ എല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്ത കൂടിയായിരുന്നു ഷൈനിയും രണ്ട് മക്കളും ആത്മഹത്യ ചെയ്ത സംഭവം എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോഴും അതിനകത്തൊരു ഉത്തരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ എല്ലാ വിശദമായ പരിശോധനയിൽ തന്നെയാണ് അധികൃതർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അവസാനമായൊരു നോക്ക് പോലും ആ കുഞ്ഞിന് മകനായ ആ കുഞ്ഞിന് കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടകരമായ വാർത്ത കൂടി നമുക്ക് മനസ്സിലാവുന്നതാണ്.